Hello everyone, welcome to today's session. Last class we studied about septic tank accompanying the sock pit, and today we'll be learning some theoretical part in module 4, that is site plan and service plan. And this could be asked for 4 marks, 2 marks or like that, and we should study this. So എന്താണ് ഈ സൈറ്റ് പ്ലാൻ അല്ലെ സർവീസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് പ്ലാൻ എന്ന്. ഓക്കെ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബിൽഡിംഗ് പ്ലാൻ ആണ്. നമ്മളൊരു വീട് വരയ്ക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ബിൽഡിംഗ് പ്ലാൻ എന്ന്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഫ്ലോറിൻ്റെ പ്ലാനിനെയാണ് ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനിനെ, മുകളിൽ നിന്ന് നോക്കുന്ന ടോപ്പ് വ്യൂവിനെ പറയുന്ന പേരാണ് പ്ലാൻ. അറിയാം, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അതുതന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനിനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ എന്നും ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനിനെയാണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാനും എന്നും പറയുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ സ്കെയിലിൽ ഏറ്റവും അത്യാവശ്യം വലിയ സ്കെയിലിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു പ്ലാനാണ് ബിൽഡിംഗ് പ്ലാൻ. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് 1:100 ആണ് ഫോർ ബിൽഡിംഗ് പ്ലാൻസ്. ബിൽഡിംഗ് പ്ലാൻസിനകത്ത് വരുന്ന ഒരു സബ് ഡിവിഷനാണ് ഈ ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ അത് എവിടെ വരെ പോവാം അവിടെ വരെ പോവും. അപ്പോൾ അത് ബേസ്മെൻറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ബേസ്മെൻറ്റും വരും അതിനകത്ത്. നമുക്ക് പഠിക്കേണ്ടത് ഇതൊന്നും അല്ല, സൈറ്റ് പ്ലാനാണ്. സോ എന്താണ് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നതിന് മുമ്പേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. സോ 1:100 നമ്മൾ ബിൽഡിംഗ് പ്ലാൻ വരയ്ക്കുന്നതെങ്കിൽ സൈറ്റ് പ്ലാൻ നമ്മൾ വരയ്ക്കുന്നത് 1:400. അതായത് സ്കെയില് വളരെ കുറയുകയാണ്. സ്കെയില് കുറയുകയാണെന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് സ്കെയിലിലോട്ട് പോവുകയാണ്. ഓക്കെ, 1:100 എന്ന് പറയുന്നതാണ് വലിയ സ്കെയിൽ. അതായത് നമുക്ക് ആ ബിൽഡിംഗ് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റും. ഈ 100 എന്നുള്ളത് 200 ആകുമ്പോൾ കുറച്ചും കൂടെ ചെറുതാവും ബിൽഡിംഗ്. പേപ്പറിൽ ഇത് ചെറുതാവും. 1:500 ആണെങ്കിൽ അതിലും കുറയും. 1:10,000 എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറുതായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് ഈ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്ന പോലെ ഇരിക്കും നമ്മൾ 1:1000, 10,000 എന്നൊക്കെ പറയുന്നത്. അതെന്ന് പറയുന്നത് ലൊക്കേഷൻ സ്കെച്ച് അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിലൊക്കെ വരുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ഈ 1:10,000 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ബിൽഡിംഗ് പ്ലാൻ 1:100 സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും 1:400 എങ്കിലും മിനിമം വേണം. അതായത് മിനിമം 1:400 വേണം. 1:300, 200 ഒക്കെ ആയാലും കുഴപ്പമില്ല. ചെറുതാവരുത്, വലുതാവുന്നതിൽ തെറ്റില്ല. സോ അക്കോർഡിംഗ് ടു KPBR ഓർ KMBR, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് സൈറ്റ് പ്ലാനിൻ്റെ മിനിമം സ്കെയിൽ എന്ന് പറയുന്നത് 1:400 ആണ്. സർവീസ് പ്ലാനിനെ കുറിച്ച് പറയുന്നത് മിനിമം സൈറ്റ് പ്ലാനിൻ്റെ സ്കെയിലെങ്കിലും കൊടുക്കണമെന്നാണ്. സോ നമ്മൾ അതും 1:400 അങ്ങ് വരയ്ക്കും. ജനറലി നമ്മൾ വരയ്ക്കുന്ന ഒരു സ്കെയിൽ 1:400 ആണ്. ഓക്കെ, എന്താണ് സൈറ്റ് പ്ലാൻ? അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈറ്റ് പ്ലാൻ? ഇറ്റ് ഗീവ്സ് ദ ഐഡിയ ഓഫ് സൈറ്റ്, ദാറ്റ് ഈസ് പ്ലോട്ട് സൈസ് ആൻഡ് സൈസ് ഓർ ഷേപ്പ് ഓഫ് പ്രൊപ്പോസ്ഡ് ബിൽഡിംഗ്. നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ, പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നൊരു ബിൽഡിംഗ്, അതായത് ഇനിയും പണിയാൻ പോകുന്നൊരു ബിൽഡിങ്ങിന് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ബിൽഡിങ്ങിനകത്തുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. ആ ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ കാണത്തുള്ളൂ സൈറ്റ് പ്ലാനിൽ. അതിൻ്റെ പ്ലോട്ട്, അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ പ്ലോട്ട്, അതുപോലെ തന്നെ ആ പ്ലോട്ട് അത് എവിടെയാണോ വരുന്നത് ആ ലാൻഡിൻ്റെ പ്ലോട്ട്, ലാൻഡ് അല്ലെങ്കിൽ ആ പ്ലോട്ട്, അതുപോലെ ആ സൈറ്റ് എവിടെയാണെന്ന്, ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതും ഒക്കെ കാണിക്കുന്ന ഒരു പ്ലാനാണ് സൈറ്റ് പ്ലാൻ. ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു കാൽക്കുലേറ്റ് ദ പ്ലോട്ട് ഏരിയ ആൻഡ് പ്ലിന്ത് ഏരിയ. അതായത് പ്ലോട്ട് ഏരിയയും പ്ലിന്ത് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായകമാവുന്ന ഒരു പ്ലാനാണ് സൈറ്റ് പ്ലാൻ. അതിനകത്ത് പ്ലോട്ടും വരും, അതുപോലെ കിണർ വരും, അതുപോലുള്ള ഐറ്റംസ് ഒക്കെ വരും. അതൊക്കെ നമുക്ക് അടുത്തതായിട്ട് പറയാം, ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ഇറ്റ് ഗീവ്സ് ഡീറ്റെയിൽസ് ഓഫ് സൈഡ് മാർജിൻസ്. അതായത് നമ്മളൊരു വീട് പണിയുമ്പോൾ അത് നമുക്ക് ഒരു സൈഡിലോട്ട് മാത്രമായിട്ട്, ഒരു കോർണറിലോട്ട് നീക്കി പണിയാൻ പറ്റത്തില്ല. അതിൽ ചില സെറ്റ് ബാക്സ് ഉണ്ട്. സെറ്റ് ബാക്സ് മീൻസ് ഫ്രണ്ടിൽ ഇത്ര ഡിസ്റ്റൻസ് വേണം, ബാക്കിൽ ഇത്ര വേണം, അതുപോലെ സൈഡിൽ ഇത്രയും വേണം. അപ്പോൾ ആ മാർജിൻസിനെ കാണിക്കണം. സോ അത് നമ്മൾ ഈ സൈറ്റ് പ്ലാനിൽ കാണിക്കും. ഇറ്റ് ഷോസ് അഡ്ജസൻറ്റ് റോഡ് ആൻഡ് റോഡ് വിഡ്ത്ത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പണിയുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുന്നുണ്ടെങ്കിൽ ആ റോഡിൻ്റെ വിഡ്ത്തും ആ റോഡും നമ്മുടെ ബിൽഡിങ്ങുമായിട്ടുള്ള ഡിസ്റ്റൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോട്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ദ മെയിൻ പാർട്ട് ഈസ് ദ നോർത്ത് ഡയറക്ഷൻ. നമ്മുടെ വീടിൻ്റെ നോർത്ത് ഡയറക്ഷൻ എങ്ങോട്ടാണോ അത് മാർക്ക് ചെയ്തിരിക്കും. സോ നമുക്കറിയാം നമ്മുടെ
സൈറ്റിൽ എങ്ങനെയാണ് ആ ഓറിയൻറ്റേഷൻ വരുന്നതെന്ന്. ഓക്കെ, ഇറ്റ് ഗീവ്സ് ഐഡിയ അബൌട്ട് വാട്ടർ ആൻഡ് ഡ്രെയിനേജ് ലൈൻ. അതുപോലെ തന്നെ വാട്ടർ ലൈന്, ഡ്രെയിനേജ് ലൈന്, സിവറേജ്, അങ്ങനെയുള്ള ലൈൻസ് ഒക്കെ ഇതിനകത്ത് കാണിക്കും. ഇറ്റ് ഷോസ് അഡ്ജസൻറ്റ് പ്ലോട്ട്സ്, സർവേ നമ്പർ, പ്ലോട്ട് നമ്പർ, നിയർ ബൈ പെർമനൻറ്റ് സ്ട്രക്ചർ ലൈക്ക് ടെമ്പിൾസ് എക്സെട്ര. അതായത് ഈ നമ്മുടെ പ്ലോട്ടിന് തൊട്ടടുത്തുള്ള, അതായത് ആ ബൗണ്ടറിയിൽ ഇരിക്കുന്ന ആ ബൗണ്ടറി ആയിട്ട് അല്ലെ ആ ബോർഡറുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന, ആ ബൗണ്ടറി ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന മറ്റ് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ്, സർവേ നമ്പർ, പ്ലോട്ട് നമ്പർ, അതുമൊക്കെ ഇതിനകത്ത് കാണും. ഇനിയിപ്പം വലിയ വലിയ എന്തെങ്കിലും പ്രത്യേകതയുള്ള എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ട്, പള്ളിയുണ്ട് അല്ലെങ്കിൽ അമ്പലമുണ്ട്, അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് ഇതിനകത്ത്, അല്ലെങ്കിൽ അതിൻ്റെയും ഡ്രോയിങ് ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് എ സൈറ്റ് പ്ലാൻ. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയാം. സോ നിങ്ങളുടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ഓപ്പണിംഗ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പണിംഗ് ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി ഓൾസോ റെഡ് ആസ് ഷെഡ്യൂൾ ഓഫ് ഓപ്പണിങ്സ്. ഓക്കെ, ഷെഡ്യൂൾ ഓഫ് ഓപ്പണിങ്സ് എന്ന് പറയും, ഓപ്പണിംഗ് ഷെഡ്യൂൾ. അപ്പോൾ എന്താണ് ഷെഡ്യൂൾ ഓഫ് ഓപ്പണിങ്സ്? അപ്പോൾ എന്തോ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഷെഡ്യൂൾ ഓഫ് ഓപ്പണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്പണിങ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോബ് ഓപ്പണിങ്സ് ആണോ? അല്ല. അപ്പോൾ ഇത് ബന്ധമുള്ള, നമ്മളിപ്പോൾ എന്താണ് പഠിക്കുന്നത്? ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിൽഡിങ്ങിനകത്ത് ഓപ്പണിംഗ് എവിടെ വരുന്നത്? വെന്റിലേറ്റേഴ്സ്, ഡോർസ്, വിൻഡോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പണിങ്സ് ആയിട്ട് വരുന്നത്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പണിംഗ് ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ടു ചെക്ക് ദ ഓപ്പണിംഗ് ഏരിയ ഫോർ വെന്റിലേഷൻ. ഈ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഓപ്പണിംഗ് ഏരിയ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ചെക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഈ ഒരു വീട്ടിൽ എത്ര വെളിച്ചം കയറുന്നുണ്ട്, എത്രമാത്രം എയർ കയറുന്നുണ്ട്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് നമ്മൾ ബിൽഡിംഗ് പണിയുന്നത്. അല്ലാതെ ഇത്ര ശതമാനം അതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം KMBRലുണ്ട്, അല്ലെങ്കിൽ ബിൽഡിംഗ് റൂൾസിലുണ്ട്. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഒരു വീട് പണിയുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്രയും മിനിമം എയർ സർക്കുലേഷന് വേണ്ടി അല്ലെങ്കിൽ വെന്റിലേഷന് വേണ്ടി നമ്മൾ വിൻഡോസും ഡോർസും കൊടുത്തിരിക്കണം. അതാണ് നിയമം. ഓക്കെ, ടു നോ ദ ടൈപ്പ് ഓഫ് ഓപ്പണിങ്സ് പ്രൊപ്പോസ്ഡ്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഓപ്പണിങ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ഓപ്പണിങ്സ്, ഇപ്പോൾ വിൻഡോസ് തന്നെ പല രീതിയിലുണ്ട്, ഡോർസ് തന്നെ പല രീതിയിലുണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പാണെന്ന് അറിയണമെങ്കിൽ ഈ ഷെഡ്യൂൾ നോക്കിയാൽ മതി, അതിനകത്ത് കാണും. ടു ഗീവ് പർച്ചേസ് ഓർഡർ. ഇപ്പം നമ്മൾ വീട് പണിയുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കണം. ഇപ്പോൾ ഇത്ര വിൻഡോ വേണം, ഇത്ര ഡോർ വേണം, അപ്പോൾ അതിന് കണക്ക് വേണമെങ്കിൽ ഇത്ര നമ്പേഴ്സ് ഓഫ് ഡോർസ്, ഇത്ര നമ്പേഴ്സ് ഓഫ് വിൻഡോസ്, അപ്പോൾ അത്രയും സാധനം കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഈ ഓപ്പണിംഗ് ഷെഡ്യൂൾ നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. സോ all these details will be in the opening schedule. To give the details and number of openings or gates to the fabricator. Same അത് തന്നെ. ബില്ലിംഗ് പർപ്പസ്. ഓക്കെ, ബില്ലിംഗ് പർപ്പസിനും യൂസ് ചെയ്യും. ടു മേക്ക് ഓൾട്ടറേഷൻ ഇൻ ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ഇഫ് റിക്വയർഡ്. അതായത് നമുക്ക് ഒരു ഓപ്പണിംഗ് ഇന്നടത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സൈസ് ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, വി ക്യാൻ ഡു സം മോഡിഫിക്കേഷൻസ് ടു ഇറ്റ്. ഓക്കെ, അതാണ് ഓൾട്ടറേഷൻസ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ 5-6 പോയിന്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു 3-4 പോയിന്റ് എഴുതാം. 4 പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു 4 പോയിന്റ് പഠിച്ചു വയ്ക്കുക. സോ സൈറ്റ് പ്ലാനിൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു, അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓഫ് ഓപ്പണിങ്സ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഷെഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു സം ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സൈറ്റ് പ്ലാൻ. ഓക്കെ, ഇപ്പം നമ്മളിത് കേരളത്തിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. ഇപ്പോൾ സൈറ്റിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൻ്റെ ഇൻട്രോയിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത്. ഇത് KMBRയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് റൂളിൽ നിന്ന് കോപ്പി ചെയ്ത സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത്. An application for a development permit shall be accompanied by site plan, service plan together with details and specifications as described below. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പോവുകയാണെങ്കിൽ, ഒരു ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാനുള്ള ഒരു ഡെവലപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഇത് പ്രപ്പോസ് ചെയ്ത ഒരു ബിൽഡിംഗ് ആയിരിക്കും. അപ്പം പണിയുന്ന സമയത്ത്, പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം കൊണ്ട് കൊടുക്കണം. ബിൽഡിംഗ് പ്ലാൻ വേണം, അതുപോലെ സൈറ്റ് പ്ലാൻ വേണം, സർവീസ് പ്ലാൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ സൈറ്റ് പ്ലാന് ഏത് സ്കെയിലാണ് പണിയേണ്ടതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വെച്ച് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈറ്റ് പ്ലാൻ നമ്മൾ നോട്ട് ലെസ് ദാൻ 1:400 വരച്ചിരിക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫുള്ളി ഡയമെൻഷൻഡ് ആൻഡ് ഷാൽ ഷോ ദ ബൗണ്ടറീസ് ഓഫ് ദ പ്ലോട്ട് ആൻഡ് ഓഫ് എനി contiguous land belonging the owner thereof, including the revenue survey particulars in full. അതായത് 1:400 സ്കെയില്, നോട്ട് ലെസ് ദാൻ, അത് ചെറുതാവരുത്. അതുപോലെ തന്നെ
കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ടെങ്കിൽ ഈ പ്ലോട്ടിൻ്റെ ബൗണ്ടറി വേണം. നമ്മളിപ്പം ഇപ്പോൾ ഒരു വീട് പണിയാൻ പോവുക, അതിന് ചുറ്റുമുള്ള അത് എവിടെയാണോ പണിയുന്നത് അത് ഇരിക്കുന്ന ആ പ്ലോട്ട്, അത് മാത്രമല്ല ആ ആ പ്ലോട്ട് ഇപ്പോൾ ഒരാളുടെ ആയിരിക്കും. ആ പ്ലോട്ടിൻ്റെ തൊട്ടടുത്തൊരു പ്ലോട്ട് ഉണ്ടെന്നിരിക്കട്ടെ, അതേ ഓണറുടെ തന്നെ വേറൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലോട്ടും ഇതിനകത്ത് വരച്ചിരിക്കണം. ഓക്കെ. ആൻഡ് ദ സർവേ നമ്പേഴ്സ് ഓൾസോ. ഇതിൻ്റെ എല്ലാം അടുത്തടുത്തുള്ള പ്ലോട്ടിൻ്റെ എല്ലാ സർവേ നമ്പേഴ്സും നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാനൊരു അവസാനം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഡ്രോയിങ് കാണിക്കും. സോ അപ്പോൾ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എന്ന് ഉള്ളത്. ഓക്കെ. ദ പൊസിഷൻ ഓഫ് ദ സൈറ്റ് ഇൻ റിലേഷൻ ടു ദ നെയ്ബറിംഗ് സ്ട്രീറ്റ് ആൻഡ് ഇറ്റ്സ് മെയിൻ ആക്സസ്. അതുപോലെ തന്നെ ഈ സൈറ്റ് ഇരിക്കുന്നിടത്ത് തൊട്ടടുത്തുള്ള റോഡുകൾ, അതുപോലെ തന്നെ അടുത്ത സ്ട്രീറ്റ് തൊട്ടടുത്ത്, ഇപ്പോൾ ജംഗ്ഷൻ അടുത്തായി വീടെങ്കിൽ ആ ജംഗ്ഷൻ ഒന്ന് കാണിക്കണം. ഓക്കെ, അതൊക്കെ. ദ നെയിം ഓഫ് സച്ച് സ്ട്രീറ്റ് ഇഫ് എനി. അതുപോലെ സ്ട്രീറ്റിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത്, വിഡ്ത്ത് ഉണ്ടെങ്കിൽ, റോഡ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ അത്, പ്ലോട്ട് ബൗണ്ടറീസ്, ഓപ്പോസിറ്റ് സൈഡിലുള്ള പ്ലോട്ട്, അതൊക്കെ. പിന്നെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഈ പ്ലോട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പണിയാൻ പോകുന്ന വീടിന് തൊട്ട് ആ പ്ലോട്ടിൽ തന്നെ ഒരു നേരത്തെ ഒരു വീട് പണിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു വീട്, അപ്പോൾ അതിനെ കാണിക്കണം. ഓക്കെ. അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രീറ്റ്സോ ഫുട്പാത്ത്സ് ഒക്കെ ഈ പ്ലോട്ടിനകത്തുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കണം. ദ ലേ ഔട്ട് ഓഫ് കൾഡസാക്ക് എന്ന് പറഞ്ഞാൽ ഡെഡ് എൻഡിനെയാണ് കൾഡസാക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു വഴി ഇങ്ങനെ പോവുകയാണ്, ഇപ്പോൾ ഒരു വഴി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പോയിട്ട് ഒരു മതിലിൻ്റെ അവിടെ എൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിലൊരു ഡെഡ് എൻഡാണ്, അപ്പോൾ അതിനെ പറയുന്നതാണ് കൾഡസാക്ക്. അതുപോലെ സ്ട്രീറ്റ്സ്, ഫുട്പാത്ത്സ്, ഇതൊക്കെ ഈ ഒരു സൈറ്റിനകത്ത്, ഈ പ്ലോട്ടിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനടുത്തായിട്ട് അഡ്ജോയിനിങ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് ആയിട്ടോ പ്രൊപ്പോസ് ടു ബി വൈഡൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ദ പ്രൊപ്പോസ്ഡ് പ്ലോട്ട് സബ്ഡിവിഷൻ ഇഫ് എനി ആൻഡ് ദ ഏരിയാസ് ആൻഡ് യൂസസ് ഓഫ് ഈച്ച് സബ്ഡിവിഷൻ ദെയറോഫ്. ദ ആക്സസ് ടു ഈച്ച് പ്ലോട്ട് സബ്ഡിവിഷൻ. അതുപോലെ തന്നെ പ്ലോട്ട് സബ്ഡിവിഷൻസ്, ഫുട്പാത്ത്സ്, സർവീസ് റോഡ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ലേ ഔട്ട്സും കാര്യങ്ങളും, പബ്ലിക് പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ അത് എല്ലാം ഇതിനകത്ത് വേണം. ദ ഏരിയ ആൻഡ് ലൊക്കേഷൻ ഓഫ് എനി ലാൻഡ് വിതിൻ ദ പ്ലോട്ട് ദാറ്റ് അൺഡെവലപ്പബിൾ സച്ച് എസ് റോക്കി ഔട്ട്ക്രോപ്സ്, സ്റ്റീപ്പ് ടെറൈൻസ്, മാർഷസ് എക്സെട്ര. ഓക്കെ. അതുപോലെ മലയോ കുന്നോ അതുപോലെ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള, ഇപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടെങ്കിൽ, പാഡി ഫീൽഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് വരണം. ഓക്കെ. പിന്നെ ദ ഏരിയ ആൻഡ് ലൊക്കേഷൻ ഓഫ് എനി ലാൻഡ് വിതിൻ ദ പ്ലോട്ട് ദാറ്റ് ഈസ് നോട്ട് പ്രൊപ്പോസ്ഡ് ടു ബി ഡെവലപ്ഡ് ഓർ റീഡെവലപ്ഡ്. അതായത് ഇനിയും റീഡെവലപ്പ് ചെയ്യാൻ സാധ്യതയില്ലാത്തതോ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയില്ലാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും പ്ലോട്ട് ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് വരണം. അതുപോലുള്ള ഏതെങ്കിലും പ്ലോട്ട് ഇതുപോലെ തന്നെ റിക്ലെയിം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഭാവിയിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഏതെങ്കിലും സ്ഥലം നമ്മൾ വീണ്ടും റീഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം, അതൊക്കെ കാണിക്കണം. പിന്നെ പാഡി ഫീൽഡ് പറഞ്ഞല്ലോ, അപ്പോൾ ദെൻ ദ നോർത്ത് ഡയറക്ഷൻ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നോർത്ത് ഡയറക്ഷൻ കാണിക്കണം, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഡയറക്ഷൻ കാണിക്കണം. ദെൻ ടോപ്പോഗ്രാഫിക് കോണ്ടൂർസ്, അതായത് കോണ്ടൂർ ലൈൻസ് ഉണ്ട്, അതായത് ഒരേ ലെവലിനെ കാണിക്കുന്ന ലൈൻസിനെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 1.5 മീറ്റർ ഇൻ്റർവെൽസിൽ കോണ്ടൂർ ലൈൻസ് കാണിക്കണം. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ര മനസ്സിലാവത്തില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൈറ്റ് പ്ലാനിൽ വേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കീ മാപ്പിനെ കുറിച്ചാണ്. ഇപ്പോൾ കീ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറയാമെന്നേ ഉള്ളൂ. അതായത് ഈ കീ മാപ്പ് എന്ന് പറയുന്നത്, ദ സൈറ്റ് പ്ലാൻ ഷാൽ ബി അക്കമ്പനിഡ് ബൈ എ കീ മാപ്പ് ഡ്രോൺ ടു എ സ്കെയിൽ ഓർ അപ്രോപ്രിയേറ്റ് ടു എ സ്കെയിൽ ഓഫ് 1:4000. കണ്ടില്ലേ, 1:400 എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലുതാണ്. 1:100 ആണ് ഏറ്റവും വലുത്. 1:400 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറുത്. കുറച്ച് കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി അതിനെ ചെറുതാക്കുന്നതാണ്. ഇനിയും ഒരുപാട് കാര്യം ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ഒക്കെ ചെറുതാവണ്ടേ, എന്നാലല്ലേ ഒരു പേപ്പറിനകത്ത് ഇതെല്ലാം കൂടെ കാണിക്കാൻ പറ്റൂ. സോ ദ കീ മാപ്പ് ഈസ് ഓഫ് എ സ്കെയിൽ ഓഫ് 1:4000, ഗിവിങ് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ സൈറ്റ്. അതായത് ആ സൈറ്റ് ഇരിക്കുന്ന ദ ലൊക്കേഷൻ മൊത്തം കാണിക്കുന്ന ഒരു മാപ്പാണ് കീ മാപ്പ്. അതുകൊണ്ട് തന്നെയാണ് അതിന് കീ മാപ്പ് എന്ന് പറയുന്നത്. ഒരു മാപ്പ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ആ നാട് മൊത്തം അതിനകത്ത് കാണിക്കും. ഓക്കെ. ഏകദേശം ലൊക്കേഷൻ ഓഫ് ദ സൈറ്റ് വിത്ത് റെഫറൻസ് ടു ഓൾ അഡ്ജസൻറ്റ് സ്ട്രീറ്റ്, അടുത്തുള്ള എല്ലാ സ്ട്രീറ്റ്സും പ്രിമൈസസും ലാൻഡ് മാർക്സും വിതിൻ എ ഡിസ്റ്റൻസ് ഓഫ് 30 മീറ്റർ, 30 മീറ്ററിന് ചുറ്റളവിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന ഒരു മാപ്പാണ് ഈ കീ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്കിനി അടുത്തത്, ഇത് ഒരു നോട്ട് പോലെ ഓർത്ത് വെച്ചാൽ മതി. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദ സർവീസ് പ്ലാൻ. സർവീസ് പ്ലാൻ ഷുഡ് ബി ഡ്രോൺ ടു എ സ്കെയിൽ നോട്ട് ലെസ് ദാൻ ദ സൈറ്റ് പ്ലാൻ. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു, സൈറ്റ് പ്ലാനിനെ കാട്ടി ഒരു ചെറിയ പ്ലാനിൽ ഒരിക്കലും
സർവീസ് പ്ലാൻ വരയ്ക്കരുത്. മിനിമം അത്രയെങ്കിലും വേണം. So it is also of a scale of 1:400. Okay. The proposed plot subdivision, if any, the uses of such subdivision, the layout of existing and proposed water supply. അപ്പം എന്താണ് സർവീസ് പ്ലാൻ? നമുക്ക് ഒരു വീട്ടിൽ കിട്ടേണ്ട സർവീസുകളെ കാണിക്കുന്ന ഒരു പ്ലാനാണ് സർവീസ് പ്ലാൻ. അപ്പോൾ അതായത് ഇലക്ട്രിക് സർവീസ് ഉണ്ട്, വാട്ടർ സർവീസ് ഉണ്ട്, സിവറേജ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സർവീസ് അല്ലേ? നമുക്ക് വെള്ളം വരുന്നതോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വരുന്നതോ പോസ്റ്റിൽ കൂടാണ്, അപ്പോൾ ഇലക്ട്രിക് ലൈൻ കാണിക്കണം. വെള്ളം വരുന്നത് വാട്ടർ ലൈനിൽ കൂടാണ്, അത് കാണിക്കണം, വാട്ടർ സപ്ലൈ ലൈൻ. അതുപോലെ തന്നെ ഈ വേസ്റ്റ് പോകുന്നത് സിവറേജിൽ കൂടാണ്, അപ്പോൾ സിവറേജ് മെയിൻ ലൈൻസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കാണിക്കണം. അപ്പോൾ ഇതൊക്കെ എക്സിസ്റ്റിംഗ് ആയിട്ടും കാണും. നമ്മൾ അതുപോലെ തന്നെ ഇത് പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ വരയ്ക്കാനും പോകുന്നുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ഇതിനകത്ത് കാണിക്കണം. ഇതിൻ്റെ ലേഔട്ട് എല്ലാം കാണിക്കണം. ഡയമെൻഷൻസ്, സ്പെസിഫിക്കേഷൻസ്, ഇൻസ്റ്റലേഷൻ മെത്തേഡ്സ് എല്ലാം കാണിക്കുന്ന ഒരു പ്ലാനിനെയാണ് സർവീസ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈറ്റ് പ്ലാൻ ആൻഡ് സർവീസ് പ്ലാൻ. അതായത് സൈറ്റ് പ്ലാനിൽ നമ്മൾ ചെറിയ രീതിയിൽ വാട്ടർ ലൈനും വാട്ടർ സപ്ലൈ ലൈനും അതുപോലെ ഇലക്ട്രിക് ലൈനും കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. അത് നമ്മൾ ഇതിനകത്ത് കാണിക്കും. അതുപോലെ തന്നെ സിവറേജ് ലൈന്, ഇതിനെയൊക്കെ അത്യാവശ്യം ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അതിൻ്റെ ഡയമെൻഷനൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ട് സ്പെസിഫിക്കേഷൻ അടക്കം കാണിക്കുന്ന ഒരു പ്ലാനാണ് സർവീസ് പ്ലാൻ. അതിനകത്ത് സർവീസിബിലിറ്റിയുടെ കാര്യങ്ങളും മാത്രമേ കാണിക്കത്തുള്ളൂ. ഓക്കെ. എനി അതർ റെലവൻറ്റ് ഇൻഫർമേഷൻ നോട്ട് സ്പെസിഫിക്കലി മെൻഷൻ ബട്ട് മേ ബി റിക്വയർഡ് ബൈ ദ സെക്രട്ടറി ആൻഡ് ദ നോർത്ത് ഡയറക്ഷൻ ആൻഡ് ദ പ്രിഡോമിനന്റ് വിൻഡ് ഡയറക്ഷൻ റിലേഷൻ ടു ദ സൈറ്റ്. ഓക്കെ. അപ്പോൾ നോർത്ത് ഡയറക്ഷനും കാണിക്കണം. അതുപോലെ എന്തെങ്കിലും സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയോ വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ പ്രിഡോമിനൻറ്റ് വിൻഡ് ഡയറക്ഷൻ എങ്ങോട്ടാണോ അതും കാണിക്കണം. അപ്പോൾ ഈ വിൻഡ് ഡയറക്ഷൻ മറ്റേ സൈറ്റ് പ്ലാനിലും കാണിക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയി. അതും കാണിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർവീസ് പ്ലാന്റെയും സൈറ്റ് പ്ലാന്റെയും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത, അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു 4-5 പോയിന്റെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങളൊരു വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നിങ്ങളെ ഒരു പെർമിറ്റ് എടുക്കാൻ പോവാണ്. പെർമിറ്റ് എടുക്കാൻ പോകുമ്പോൾ ഒരാൾ പറയുകയാണ് ഇന്നത് വേണം. എന്നാൽ അതൊന്നും വേണ്ട, ഇന്നതൊക്കെയാണ് വേണ്ടത്. അതായത് സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കത്തില്ലേ? അപ്പം അതൊരു വലിയ കാര്യമല്ലേ? നമ്മളൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ വീട് പണിയുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് റൂൾസ് പഠിക്കാൻ പോകുന്നുണ്ട്. അത് നിങ്ങളുടെ മൊഡ്യൂൾ 3 കുറച്ച് തിയറി പാർട്ടാണ്. നെക്സ്റ്റ് ക്ലാസ് മിക്കവാറും നമ്മൾ അതായിരിക്കും പഠിക്കുന്നത്. ആ ബിൽഡിംഗ് റൂൾസ് പഠിച്ചു കഴിയുമ്പോൾ ഏതൊക്കെ ടൈപ്സ് ബിൽഡിങ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഇതുപോലെ സെറ്റ് ബാക്സ്, അതായത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ എത്ര സ്ഥലം വിടണം, ബാക്കിൽ എത്ര, റിയറിൽ എത്ര സ്ഥലം വിടണം, സൈഡിൽ എത്ര സെറ്റ് ബാക്സ് വേണം, അതിനെയൊക്കെ കാണിക്കുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. അതൊക്കെ എത്ര വേണം, ഇത്ര മീറ്റർ വേണമെന്നുള്ളത് കാണിക്കുന്നത്. വീട് പണിയാൻ പോകുമ്പോൾ ഇത്ര മീറ്റർ സൈഡിൽ കൊടുക്കണമെന്നുള്ളത് എന്തടിസ്ഥാനത്തിലെടുത്തെന്ന് തോന്നത്തില്ലേ? അതൊക്കെ ബിൽഡിംഗ് റൂൾസിനെ ബേസ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ എല്ലാത്തിനെക്കുറിച്ചും ഒരു അറിവുള്ളത് നല്ലതാണ്. അപ്പം നമ്മളിപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ചാണ് പഠിക്കുന്നതെന്ന് വെച്ച് ഇങ്ങനെയുള്ള ഈ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടെക്നിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്നതെങ്കിലും നമുക്ക് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. അതായത് നമ്മളിപ്പം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഈ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്കറിയാമോ? ഈവൻ ഒരു പാർക്കിംഗ് റൂൾ പോലും നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ ഒരു ട്രാഫിക് റൂൾ പോലും നമുക്ക് അറിയാൻ സാധ്യതയില്ല. നമ്മൾ ഈ പലതും കേട്ടും കണ്ടും പഠിക്കുന്നല്ലാതെ ഒന്നും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇനി ഞാൻ ഫിഗർ ഒന്ന് കാണിക്കാമെന്ന്. സോ ആ ഡ്രോയിങ് ഞാൻ ഒന്ന് കാണിക്കാം. സോ ദിസ് ഈസ് ദ ഡ്രോയിങ് ദാറ്റ് ഐ ഷോ ടു യു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്താണ്? ഇതാണ് നമ്മുടെ പ്രപ്പോസ്ഡ് ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന് ചുറ്റും സെറ്റ് ബാക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡോട്ടർ ലൈൻ പോകുന്നില്ലേ, ഇവിടെ 150 മിനിമം, കണ്ടോ? 150 സെൻറ്റിമീറ്റർ ആണ്. 150 സെൻറ്റിമീറ്റർ മിനിമം കൊടുക്കണം. അത് മിനിമം കൊടുക്കുന്നത് ബിൽഡിംഗ് റൂൾ വെച്ചിട്ടാണ്. ഇവിടെ ഈ സൈഡിൽ 490 ഉണ്ട്, അത് കൂടുതലാണ്. അത്രയൊന്നും വേണ്ട, എന്നാലും അത് മിനിമം 150യിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ 490 ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ദൂരം താണ്ട് 1500 ഉണ്ടോ, എക്സിസ്റ്റിംഗ് വെല്ലും. ഇതുപോലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതുപോലെ നോർത്ത് ഡയറക്ഷൻ, ദെൻ ഇവിടെ ഒരു വേക്കൻറ്റ് പ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ട്. ആ പ്ലോട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കണം. പിന്നെ ഇതാണ്ട് ഈ വീടിനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ആക്സസ്. ഇവിടെ
മതിലായിരിക്കും. ഓക്കെ, മതിലാണ്. പിന്നെ ഇവിടെ വാട്ടർ സപ്ലൈ മെയിൻ കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് സപ്ലൈ പോസ്റ്റ് കാണിച്ചിട്ടുണ്ട്, ടെമ്പിൾ റോഡിൻ്റെ വീതിയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാം ഈ സൈറ്റ് പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളൊരു സൈറ്റ് പ്ലാനിൻ്റെ ഒരു എന്തെന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ എന്ന്, അല്ലെങ്കിൽ ഒരു പിന്നെ ഡ്രോയിങ്ങിന് താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഓണർ ഓഫ് ദ ലാൻഡ്, ലൈസൻസി, അതുപോലെ ആർക്കിടെക്ട്, എഞ്ചിനീയർ, ബിൽഡിംഗ് സർവേയറുടെ പേരുകൾ, അതുപോലെ സൈറ്റ് പ്ലാൻ ഡീറ്റെയിൽസ്, തൊട്ട് ലെഫ്റ്റ് സൈഡിൽ സർവേ നമ്പർ, വാർഡ് ഏതാണ്, വില്ലേജ് ഏതാണ്, ടൗൺ ഏതാണ്, പഞ്ചായത്ത് ഏതാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സൈറ്റ് പ്ലാനിൽ എന്തൊക്കെ കാണണം എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഒരു മോക്ക് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേക്കൻറ്റ് പ്ലോട്ട് ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം, ഇവിടെ കണ്ടോ, അടുത്ത പ്ലോട്ടിൻ്റെ സർവേ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, എസ് നമ്പർ എന്ന് കാണിക്കുന്ന സർവേ നമ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കിണറും അതുപോലെ സെപ്റ്റിക് ടാങ്ക്, സോക്ക് പിറ്റ് ഒക്കെ കാണിച്ചിരിക്കുന്ന എല്ലാത്തിനെയും കൂടെ ഒരു ചെറിയ ക്യാപ്സുലായിട്ട് കാണിക്കുന്ന ഒരു ഡ്രോയിങ് ആണ് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവീസ് പ്ലാൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സർവീസ് ലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാണിക്കുക. അടുത്തുള്ള നിയർ ബൈ ഇലക്ട്രിക് പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻസ്, സിവറേജ് ലൈൻസ്, ഹൗസ് ഡ്രെയിന്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ മെയിന്, പിന്നെ വീട്ടിലെ സപ്ലൈ, അതുപോലുള്ള എല്ലാ സപ്ലൈയും കാണിക്കുന്ന ഒരു എല്ലാ സർവീസബിൾ ആയിട്ടുള്ള കാര്യങ്ങളും സർവീസ് ലൈൻസും കാണിക്കുന്ന ഒരു ഡ്രോയിങ് ആണ് സർവീസ് ഡ്രോയിങ് അല്ലെങ്കിൽ സർവീസ് പ്ലാൻ എന്ന് പറയുന്നത്. അത് ഇത് കാണിച്ചിട്ടില്ല. ഇത് തന്നെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇരിക്കും, വലിയ വ്യത്യാസമില്ല. പിന്നെ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കളർ സ്കീം വന്നിട്ടുണ്ട്, അതായത് ഓരോ ലൈനും ഓരോ കളർ കൊടുക്കാറുണ്ട്. ഇത് അക്കോർഡിംഗ് ടു കേരള ബിൽഡിംഗ് റൂൾ വെച്ചിട്ടാണ്. അതായത് പ്ലോട്ടിൻ്റെ ലൈനെ നമ്മൾ തിക്ക് ബ്ലാക്ക് ലൈനും, പിന്നെ സ്ട്രീറ്റ് അടുത്ത എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആണെങ്കിൽ ബ്രൗൺ ലൈൻ, പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സ്ട്രീറ്റ് ആണെങ്കിൽ ബ്രൗൺ ഡോട്ടഡ് ആയിരിക്കും. പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ ആണെങ്കിൽ തിക്ക് ബ്ലാക്ക് ഡോട്ടഡ്. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ബിൽഡിംഗ് അവിടെ ഉണ്ടെങ്കിൽ അതിന് ബ്ലാക്ക് ഔട്ട് ലൈൻ കൊടുക്കും. പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഡിമോളിഷ് ചെയ്യാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ യെല്ലോ ഹാച്ചിങ് കൊടുക്കും. പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആണ് റെഡ് ഔട്ട് ലൈൻ കൊടുക്കും. അതായത് നമ്മളൊരു ബിൽഡിംഗ് പണിയാൻ പോകുന്നതിന് റെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളാം. ഇത് ബിൽഡിംഗ് റൂൾസിൽ വരുന്നതാണ്, ഞാനിത് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. എന്തായാലും ഡ്രോയിങ് ആണ്, സൈറ്റ് പ്ലാൻ വരയ്ക്കുന്നുണ്ട്, അപ്പം ലൈൻസൊക്കെ എന്ന് പറഞ്ഞുള്ളൂ. പിന്നെ നമ്മുടെ ഇലക്ട്രിക് ലൈൻ ആണെങ്കിൽ പച്ച കളർ ഗ്രീൻ ആണ് കൊടുക്കുന്നത്. വാട്ടർ സപ്ലൈ ആണെങ്കിൽ ബ്ലാക്ക് ഡോട്ട് ആൻഡ് ഡാഷ് ലൈൻ ആണ്. സിവറേജ് ആണെങ്കിൽ റെഡ് ഡോട്ടഡ് ലൈൻ ആണ്. പ്രപ്പോസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണ് റെഡ് ലൈൻ ആണ് കൊടുക്കുന്നത്. ഡിമോളിഷ് ചെയ്യുമ്പോൾ പൊളിച്ച് കളയാൻ പോകുന്ന ബിൽഡിംഗ് ആണെങ്കിൽ യെല്ലോ ആണ് കൊടുക്കുന്നത്, അതുപോലെ യെല്ലോ ഹാച്ചിങ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്ലോട്ട് ലൈൻ ആണെങ്കിൽ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, വളരെ സ്പീഡി ആയിട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് സൈറ്റ് പ്ലാനിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെയാണ്, നിങ്ങൾ വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പഠിപ്പിക്കാത്തത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.